സംസ്ഥാനത്ത് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നിൽക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. ബി.ജെ.പിയിൽ ചേരിപ്പോര് മറനീക്കി വരുന്നു. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഈ കെ സുരേന്ദ്രൻ വിഭാഗം, അതായത് വി മുരളീധര പക്ഷം രാജീവ് ചന്ദ്രശേഖർ വിഭാഗത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ് എന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്നാണ് കേൾക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ബി.ജെ.പിയിൽ ചേരിപ്പോര് രൂക്ഷമാവുകയാണോ? പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം വി മുരളീധര പക്ഷത്തെ കെ സുരേന്ദ്രനെയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുകയാണല്ലോ. അതിനെതിരെ വലിയ ആക്ഷേപങ്ങളാണോ ഇപ്പോൾ ഉയർന്നു വരുന്നത്? മനു, തീർച്ചയായും ഈ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തത് മുതൽ ഇങ്ങോട്ട് വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങളാണ് പാർട്ടിക്കകത്തുള്ളത്. നേരത്തെയുമുണ്ട്, പക്ഷേ ഇപ്പോഴത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി മുതിർന്ന നേതാക്കളെ, അതായത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്ന ആക്ഷേപമാണ് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ മുതിർന്ന നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരിൽ നടന്ന ഒരു നേതൃയോഗം, അതായത് ജില്ലാ അധ്യക്ഷന്മാരുടെ ഒരു യോഗമാണ്. ആ യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളെ, അതായത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒരു അവൈലബിൾ കോർ കമ്മിറ്റിയും അവിടെ ചേർന്നു. ആ കോർ കമ്മിറ്റി യോഗത്തിലും ഈ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. അവരെ വിലക്ക്, ഒരു അപ്രഖ്യാപിത വിലക്ക് അവർക്ക് ഏർപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി.ജെ.പിയിലേക്ക് വരുന്നൊരു സാഹചര്യമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കാനുണ്ട്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കാനുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ പുനഃസംഘടനാ വിഷയങ്ങൾ കൂടി വരുന്നതോടുകൂടി ഈ പോര്, ഈ തർക്കം വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് നിലവിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ വിമർശനമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ തന്ത്രങ്ങളും, അതായത് ബി.ജെ.പിയുടെ തന്ത്രങ്ങളെല്ലാം പാളി, രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രങ്ങളെല്ലാം പാളി എന്ന വിമർശനം കെ സുരേന്ദ്രൻ ഉന്നയിച്ചു. ഹിന്ദുത്വമാണ് ബി.ജെ.പിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത്. അതിലൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രം